ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൾഫ്യൂരിക് ആസിഡിനെ പറ്റിയാണ്. അതിൻ്റെ രാസനാമം H2SO4. H2SO4 വേറെ പേരിൽ അറിയപ്പെടുന്നത് രാസവസ്തുക്കളുടെ രാജാവ്, കിങ് ഓഫ് കെമിക്കൽസ്, രാസവസ്തുക്കളുടെ രാജാവ് ഓർ കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നതും സൾഫ്യൂരിക് ആസിഡാണ്. അതുപോലെ ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നതും സൾഫ്യൂരിക് ആസിഡാണ്. അതുപോലെ സൾഫ്യൂരിക് ആസിഡ് കണ്ടുപിടിച്ചത് ജോഹൻ വാൻ ഹെൽമണ്ട്. ആരാണ് സൾഫ്യൂരിക് ആസിഡ് കണ്ടുപിടിച്ചത്? ജോഹൻ വാൻ ഹെൽമണ്ട്. അതുപോലെ സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ സമ്പർക്ക പ്രക്രിയ അഥവാ കോണ്ടാക്ട് പ്രോസസ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നത് സമ്പർക്ക പ്രക്രിയ ഓർ കോണ്ടാക്ട് പ്രോസസ്. സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണ പ്രക്രിയയിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് വനേഡിയം പെൻഡോക്സൈഡ്. സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണത്തിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് വനേഡിയം പെൻഡോക്സൈഡ്. അതുപോലെ സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഇതേ സൾഫ്യൂരിക് ആസിഡ് തന്നെ. സ്റ്റോറേജ് ബാറ്ററികൾ ഉപയോഗിക്കുന്നത് ഇതേ സൾഫ്യൂരിക് ആസിഡ്. ഈ ലെഡ് ബാറ്ററികളിൽ സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അളവ് ഇത്രയേ ഉള്ളൂ, 33.50%. ക്വസ്റ്റ്യൻ: ലെഡ് ആസിഡ് ബാറ്ററികളിലെ സൾഫ്യൂരിക് ആസിഡിൻ്റെ അളവ് ചോദിച്ചാൽ 33.50%. ഡൈനാമിറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാലും സൾഫ്യൂരിക് ആസിഡാണ്. അതുപോലെ വളം നിർമ്മാണത്തിന് സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ നൈട്രിക് ആസിഡും യൂസ് ചെയ്യും. വളം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും. സൾഫ്യൂരിക് ആസിഡിൻ്റെ 100% അസിഡിറ്റി കൂടിയ ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ സൂപ്പർ ആസിഡ്. സൾഫ്യൂരിക് ആസിഡിനേക്കാൾ 100% അസിഡിറ്റി കൂടിയ ആസിഡ്, അതാണ് സൂപ്പർ ആസിഡ്. പറയാം, അതായത് സൾഫ്യൂരിക് ആസിഡ് കണ്ടുപിടിച്ചതാരാ? ജോഹൻ വാൻ ഹെൽമണ്ട്. സൾഫ്യൂരിക് ആസിഡിൻ്റെ രാസനാമം H2SO4. രാസവസ്തുക്കളുടെ രാജാവ് അഥവാ കിങ് ഓഫ് കെമിക്കൽസ്, ഓയിൽ ഓഫ് വിട്രിയോൾ എന്നെല്ലാം അറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് സമ്പർക്ക പ്രക്രിയ അഥവാ കോണ്ടാക്ട് പ്രക്രിയ പ്രോസസ്സ് എന്നറിയപ്പെടുന്നു. സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണത്തിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വനേഡിയം പെൻഡോക്സൈഡ്. അതുപോലെ സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ സൾഫ്യൂരിക് ആസിഡ്. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ്. അതുപോലെ ഡൈനാമിറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാലും സൾഫ്യൂരിക് ആസിഡ്. ലെഡ് ആസിഡ് ബാറ്ററികളിലെ സൾഫ്യൂരിക് ആസിഡിൻ്റെ അളവ് ചോദിച്ചാൽ അതിൽ യൂസ് ചെയ്യുന്നതെന്ന് അർത്ഥം. അതിൻ്റെ അളവ് ചോദിച്ചാൽ 33.50. പിന്നെ അതുപോലെ വളം നിർമ്മാണത്തിന് ഇത് രണ്ടും യൂസ് ചെയ്യും. ഏതൊക്കെയാണ്? സൾഫ്യൂരിക് ആസിഡും യൂസ് ചെയ്യും, നൈട്രിക് ആസിഡും യൂസ് ചെയ്യും. അതുപോലെ സൾഫ്യൂരിക് ആസിഡിനേക്കാൾ 100% അസിഡിറ്റി കൂടിയ ആസിഡ് സൂപ്പർ ആസിഡ് എന്നറിയപ്പെടുന്നു. സൾഫ്യൂരിക് ആസിഡിനേക്കാൾ 100% അസിഡിറ്റി കൂടിയ ആസിഡ് സൂപ്പർ ആസിഡ് എന്ന് അറിയപ്പെടുന്നു. സൾഫ്യൂരിക് ആസിഡിനെ പറ്റി എല്ലാവർക്കും ഒരു ഏകദേശ ധാരണയൊക്കെ കിട്ടിയില്ലേ?